ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തെ അതുപോലെ തകർക്കുന്ന അനുഭവങ്ങളിൽ നിന്നും പുറത്തു വരാൻ ദൈവത്തെ വിളിക്കുക എന്നുള്ളത് മാത്രമാണ് പരിഹാരം. നമ്മൾ ആ സമയത്ത് നാട്ടുകാരോട് പറയാൻ പോയി, വീട്ടുകാരോട് പറയാൻ പോയി, അയലക്കാരോട് പറയാൻ പോയി, കാണുന്ന അച്ഛന്മാരുടെ അടുത്തും സന്യാസി സിസ്റ്റേഴ്സിന്റെ അടുത്തും കൗൺസിലേഴ്സിന്റെ അടുത്തൊക്കെ നമ്മുടെ ഈ പരാതി പരിഭവം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലും ഈ വിഷയത്തിനൊന്നും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. എന്നിട്ട് നമ്മൾ പറയും, എൻ്റെ അച്ഛാ ഞാൻ അവിടെ പോയി ധ്യാനം കൂടി, ഞാൻ ഇവിടെ പോയി ധ്യാനം കൂടി, അപ്പുറത്ത് പോയി ധ്യാനം കൂടി, അവരോട് പറഞ്ഞു ഇവരോട് പറഞ്ഞു, ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി. എന്നിട്ട് അച്ഛാ ഇത് കണ്ടോ, ദൈവമായിട്ട് അനുവദിച്ച ചില ജീവിതത്തിന്റെ അനുഭവങ്ങളാണെങ്കിൽ മനുഷ്യനോട് പറഞ്ഞാൽ അതിനുള്ള പരിഹാരം കിട്ടില്ല. ചിലരുടെ തെറ്റിദ്ധാരണയാണ്. ഇനി പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചു. കർത്താവ് ഇതുപോലുള്ള ഞെരുക്കങ്ങൾ നമ്മുടെ കുടുംബത്തിലൂടെ ആരിലൂടെയെങ്കിലും നമുക്ക് രക്ഷപ്പെടാനാകാത്ത വിധം ഒരു സാഹചര്യം നമ്മുടെ മേൽ ദൈവത്തോട് നാം ചേർന്നിരുന്നിട്ടും ദൈവം അനുവദിച്ചെങ്കിൽ അത് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ പൂർത്തീകരണമാണ്.